അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീനിൽ നിന്നുള്ള 50ാമത്തെ ബാബുൽ ഖൗഫ്, അല്ലാഹുവിന്റെ പേടി എന്ന ആ ബാബ് അതിൽ വിശദീകരിച്ച് വന്നുകൊണ്ട് അതിൽ തുടക്കത്തിൽ കൊടുത്ത ആയത്തുകൾ, ആ ആയത്തുകളിൽ നിന്ന് 2-3 ആയത്തുകൾ ഞങ്ങൾ വിശദീകരിച്ചിട്ടേക്കും. ഇനി അതിന് ബാക്കിയുള്ള ആയത്തുകളായിട്ട് ഇനി വിശദീകരിക്കുക പോണ്ടത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ പേടി, അള്ളാഹുടെ സംബന്ധിച്ചൊരു മനുഷ്യക്ക് അവന്റെ കൽബിലിക്കേണ്ട പേടി, ഇതിനെ സംബന്ധിച്ച് അപ്പൊ അള്ളാഹുടെ ശിക്ഷ, അള്ളാഹു സൃഷ്ടിച്ച നരകം, ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ചൊന്നത് ആയത്തിൽ വിശദീകരിച്ചത്. അപ്പൊ ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 1-ാമത്തെ ആയത്തും 2-ാമത്തെ ആയത്തും എന്തായിട്ട് അതിലുള്ളത്? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം. ഓ ജനങ്ങളെ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യൂ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കൂ. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം. ഖിയാമത്ത് നാളുടെ കുലുക്കാൻ ചൊല്ലത് അത് വലിയ കുലുക്കായിട്ട്. അപ്പൊ ഈ ആയത്തിൽ ഖിയാമത്ത് നാളുടെ കുലുക്കം എന്ന് ചൊന്നത്, അപ്പൊ ഈ ഭൂമി ഒന്ന് കുലുങ്ങടെ എന്നുള്ളത്. അപ്പൊ ഇത് ഖിയാമത്ത് നാളുക്ക് മുന്നോട്ട് സംഭവിക്കട വന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊത്തര സന്ദർഭത്തിൽ അതെല്ലാം മഹ്ശറൽ ഹയാത്തായാൽ പിന്നെയോ അവിടെ ഉണ്ടാകുന്ന ഒരു കുലുക്കം ഏതായിട്ട് പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ ചൊന്നതായിട്ട് കാണാം. ഏതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കുലുക്കത്തെ സംബന്ധിച്ച് നോക്കുക. യൗമ തറൗനഹാ തദാലു കുല്ലു മുർദിയത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ആ ഭൂമി കുലുക്കത്തെ കാണിടനാല് ഏതൊരു മലക്കൊടുക്കുടെ പെണ്ണും അവള് കിടാവിടെ സംബന്ധിച്ച് അവള് ശ്രദ്ധയില്ലാണ്ടായിപ്പോ. അല്ലെ, ഉമ്മമാർക്ക് ചെറിയ മലക്കുടിക്കട മക്കെന്തെങ്കിലും എപ്പോഴും മക്കളെ മേലെ ശ്രദ്ധ ആയിട്ടില്ല. എന്തിനും കണ്ടെങ്കിലും അങ്ങ് മക്കൾക്ക് എന്തായിത്തോ, മക്ക എവിടെ എത്തിയാറ് ഇതേ ഒരു ശ്രദ്ധ അങ്ങനെ ഇക്കടെ. ആ ഖിയാമത്ത് നാളിൽ ഒരു കുലുക്കം ചൊല്ലത്. ആ കുലുക്കത്തിൽ അണ്ടത്തെ നാല് മല കൊടുക്കടെ ഉമ്മക്ക് ആ കിടാവിടെ ഓർമ്മിക്ക. അതിന്റെ അർത്ഥം കൂടെ മല കൊടുക്കത്തോണ്ടുള്ളത് എന്നുള്ളത് അർത്ഥത്തിലല്ല. അങ്ങനത്തെ അവൾക്ക് എന്താവില്ല, ആ കിടാവിടെ വരെ ഓർമ്മ ഉണ്ടാവില്ല. അത്രക്കും ഗൗരവമായിട്ട് കിടാവിടുത്തത് എന്നർത്ഥം. മാത്രമല്ല കർപ്പഞ്ചില്ല ഗർഭിണിയായ പെണ്ണ് അതിലെ ആ കാണ്ടനല്ല അവള് ഗർഭമെങ്കിൽ അവൾ അറിയാണ്ട് അവള് പെത്തുപോകാൻ തരും. അത്രക്കും ഗൗരവമായിട്ട് സുഖാറ, ജനങ്ങളൊക്കെ മസ്ത് ആ പിടിച്ചാൽമാരെ കാണും. ഒമാഹും ബി സുഖാറ, ആറും കള്ളു പിടിച്ച് മസ്തായതൊന്നുമല്ല. വലാകിന്ന അദാബുല്ലാഹി ശദീദ്, അള്ളാഹുടെ അദാബ് വളരെ കഠിനമായത്. അപ്പൊ ആ ഖിയാമത്ത് നാളിന്റെ ആ സമയത്തുണ്ടാകുന്ന ഒരു ഭൂമി കുലുക്കം. ഭൂമി ഇങ്ങനെ ആടുമ്പോ, ഏത് കടലിന്റെ മേലെ കപ്പൽ ബോട്ട് പോകുമ്പോഴത്തേ എങ്ങനെയോ അതുപോലെ ഇങ്ങനെ എന്താണ് ഭൂമി ഇങ്ങനെ അപ്പുറം ആട്, അങ്ങനത്തെ ഒരു കുലുക്കായിട്ട്. ആ കുലുക്കം അതുണ്ടാവുമ്പോ, ഇതുണ്ടാവുമ്പോ അണ്ടൊരു കറുപ്പും ചെന്നെങ്കിൽ അവള് പെത്തു പോകാത്തല്ല. മുല കൊടുക്കട ഉമ്മക്ക് അവള് കിടാവിടെ ശ്രദ്ധയില്ലാണ്ടായി പോകും. മനുഷ്യന്മാരൊക്കെ കള്ളു കുടിച്ചങ്ങളെ പോലെ മസ്തായങ്ങളെ കാണും. എന്തും മസ്തായിലല്ല, അള്ളാഹുടെ അദാബ് കണ്ട് ആ കുലുക്കം കണ്ട് അങ്ങ് പേടിച്ചു പോയിട്ട് അങ്ങാനിലൊക്കെ ആയിപ്പോയത്. അപ്പൊ ഈ ആയത്ത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ശിക്ഷയെ സംബന്ധിച്ച് ചൊല്ലതായിട്ട് കിടും. അപ്പൊ ഇത് ഖിയാമത്ത് നാൾക്ക് മുന്നുള്ള ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുര ആ ഒരു സംഭവമോ അതല്ല പിന്നെയാണോ? ഇസ്രാഫീൽ അലൈഹിസ്സലാം ജണ്ടുപെട്ട് ഊതുകൊണ്ടു. അപ്പൊ ആ തുടക്കത്തുള്ള ഊത്തിലായിട്ട് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അപ്പൊ ഈ പർവ്വതങ്ങളൊക്കെ പാരിപ്പോയി, എല്ലാം ഇത് പറത്തി പോലെ പാരിപ്പോയി. അത് പാരിപ്പോകുമ്പോഴത്തേക്ക് ഭൂമിക്ക് പിന്നെ ഉറപ്പില്ല. ഭൂമി ഉറപ്പില്ലാണ്ടാകുമ്പോ ഭൂമി ഇങ്ങനെ തേളിക്കൊണ്ടിരിക്കട്. അതിങ്ങനെ എന്താണ് തള്ളിയുടെ മേലെ എന്തെങ്കിലും ഒരു തേങ്ങമോ ഇതോ വലിച്ചെറിഞ്ഞാൽ കണ്ടെങ്കിൽ അതിങ്ങനെ നേക്കുമ്പോ അപ്പുറം ആടില്ലേ എന്നതുപോലെ ഇതിങ്ങനെ തേളിക്കൊണ്ടിരിക്കട്. ആ സമയത്ത് ഭൂമിയിലുള്ള ആളുമാർ അവസ്ഥയായിട്ട് ചൊന്നത്. അപ്പൊ അള്ളാഹുടെ അദാബിനെ സംബന്ധിച്ചായിട്ട് ചൊന്നത്. അപ്പൊ ഇത് ഖിയാമത്ത് നാൾ മുന്നോട്ടുള്ളത് വെച്ചാൽ കണ്ടെങ്കിലും ഖിയാമത്ത് നാളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം 2ാമത് ഊതി മഅ്ശറാൻ ചൊല്ലി ഭൂമിയിലായാത്തവിടെ ആ സമയത്തതാണെങ്കിലും എപ്പോഴാണെങ്കിലും ഈ ശിക്ഷ എന്നുള്ളത് ഇത് അതിഭയങ്കരമായത്.
قال تعالى ولمن خاف مقام ربه جنتان അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയെ പേടിച്ച് ജീവിച്ചവനക്ക് 2 സ്വർഗമുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു തആല വിവരിച്ചത്. അപ്പൊ ഇത് അള്ളാഹുടെ പേടി എന്നെ സംബന്ധിച്ച് കൊണ്ടുവന്ന സൂറത്തുർ റഹ്മാനിലായിട്ട് അപ്പൊ 2 സ്വർഗമുണ്ട് അവനക്ക്. وقال تعالى وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم സൂറത്തു തൂർ അതിൽ 25, 26, 27, 28 ഈ ആയത്തുകളായിരിക്കും. എന്തായിരിക്കും ഈ ആയത്തിൽ ചൊന്നത്? അതാ സ്വർഗക്കാർ പരസ്പരം പലക്കെ പറഞ്ഞുള്ള ഒരു സംഭവം. എന്തായിരിക്കും ഞങ്ങൾ ഭൂമിയിൽ ഞങ്ങളെ ഫാമിലിയിലിരിക്കുമ്പോൾ അള്ളാഹുടെ ഞങ്ങൾ പേടി ചെയ്യുന്ന അള്ളാഹു ഇപ്പം ഞങ്ങൾക്ക് ന്യായമത്ത് ചെയ്ത നരകത്തെ അദാബിൽ നിന്ന് ഞങ്ങളെ അള്ളാഹു കാത്ത ഇതൊക്കെ മുന്നുള്ള അള്ളാഹുടെ അങ്ങനെ ദ്വാർന്ന അള്ളാഹു ഗുണം ചെയ്തവനായിട്ടിക്കട റഹ്മത്ത് ചെയ്തവനായിട്ടിക്കട. അപ്പൊ ആ സ്വർഗക്കാർ പരസ്പരം കണ്ട് പലക്ക് പറയുന്ന ഒരു വിഷയം ഞങ്ങൾ ദുനിയാവിൽ അള്ളാഹുടെ പേടിച്ച് ഭയപ്പെട്ട് ജീവിച്ചിരുന്ന അള്ളാഹുടെ ദ്വാർന്ന നരകത്തെ തൊട്ട് കാവൽ കേട്ടയുന്ന ഞങ്ങൾ സ്വർഗം കേട്ടയുന്ന അള്ളാഹു ഞങ്ങളെ കാത്ത ഞങ്ങൾക്ക് അള്ളാഹ് നിഅമത്ത് ചെയ്ത ഞങ്ങളെ അള്ളാഹു സ്വർഗത്തിൽ എത്തുവാട്ടി. അപ്പോൾ അങ്ങ് അള്ളാഹുടെ ഭയപ്പെട്ടത് കൊണ്ടായിട്ടിക്കരുത്. അപ്പൊ ഈ ആയത്തുകളിലൊക്കെ അള്ളാഹുടെ അദാബിനെ സംബന്ധിച്ചുള്ള പേടിയെ കുറിച്ചായിട്ട് ചൊന്നത്. ഈ ബാബിൽ ചൊമ്മ ഹദീസുകളുണ്ട്, എല്ലാം അറിയപ്പെട്ടത് തന്നെ ആയിട്ടിക്കരുത്. നക്ക് ಇದರ ഉദ്ദേശം ചില ആയത്ത് അതിന് ചിലದಕ್ಕೆ ಸೂಚನೆ ತರಲು ಮಾತ್ರ ಇಟ್ಟಿಕ್ಕಿಡು ಆ ಸೂಚನೆ ನಾನು ತನ್ನ ಇಮಾಮ್ ನವವಿ റളിയല്ലാഹു അൻഹു ചൊല്ലും. എന്നിട്ട് ചൊല്ലുക അമ്മൽ അഹാദീസു കസീറ ജിദ്ദ ഹദീസുകളും ഒരുപാടുണ്ട്. ഫനദ്കുറു മിൻഹാ ത്വറഫൻ വബില്ലാഹി തൗഫീഖ്. ചിലത് അതിൽ നമുക്ക് വിശദീകരിച്ചാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഹദീസുകായിട്ട് പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുടെ അദാബിനെ സംബന്ധിച്ചുള്ളൊരു പേടി മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അവൻ സ്വർഗത്തിലെത്തും, അള്ളാഹുടെ റഹ്മത്ത് കിട്ടും, ദുനിയാവിലും ആഖിറത്തിലും അത് വിജയിക്കുള്ള കാരണമായിട്ട് അള്ളാഹു ഞങ്ങളെ സ്വാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് എന്ന ഹദീസ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.